വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഭാരതീയ ന്യായ സംഹിതയുടെ 199 വകുപ്പൊന്ന് വായിക്കണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് മറച്ചു വയ്ക്കാതെ അപ്പം തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ്, അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. ചെയ്തില്ലെങ്കിൽ സർക്കാർ 4.5 വർഷമായിട്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര ഈ തൊഴിലിടത്തിൽ നടന്നു എന്ന് സർക്കാരിന് അറിവ് കിട്ടിയിട്ടും അത് മറച്ചുവെച്ച് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ 199 വകുപ്പ് വഴി കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപകടകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ്, അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന ഈ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത്. അത് ആർക്കറിയാൻ പാടുള്ളത്? നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കറിയാം, എല്ലാവരും അല്ലേ. അതിജീവിത എന്നാണ് പറയുന്നത്, വടക്കേ ഇന്ത്യയിൽ നിർഭയ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ സ്ഥലപ്പേര് പറയായിരുന്നു, ഇപ്പം സ്ഥലപ്പേര് പോലും പറയാൻ പാടില്ല. ഒരു തരത്തിലും ഇര ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല. അവരെ ബന്ധുക്കളെ പോലും പേര് പറയാൻ പാടില്ല. അത്രയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ മറവിൽ അതാണ് ജസ്റ്റിസ് ഹേമ സർക്കാരെ അയച്ച കത്തിലെഴുതിയിരിക്കുന്നത്. നിങ്ങളിത് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പാലിക്കണമെന്നാണ്. അതിനെ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ച് ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞുവെന്നാക്കി. ജസ്റ്റിസ് ഹേമ പറഞ്ഞ ലാസ്റ്റ് ലൈൻ അതാണ്, നിങ്ങൾ പുറത്തു വിടുമ്പോൾ ഇത് നോക്കണമെന്നാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതവരൊന്ന് ജസ്റ്റിസ് ഹേമ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ സർക്കാരിനെ. അതിൻ്റെ മറവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്.